പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വീണ്ടും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കഴിവ്. ദൈവ തിരുസന്നിധിയിൽ കഴിവിന് പറയുന്ന വേറെ പേരെന്താ? കൃപ, അല്ലേ? പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കൃപ, ശക്തി എന്ന് പറയും ബൈബിള്, കഴിവെന്ന് പറയും, കാരുണ്യമെന്ന് പറയും. ദൈവത്തിൻ്റെ കാരുണ്യം, ഇതെല്ലാം കൃപയുടെ തദ്ഭവങ്ങളോ തത്സമങ്ങളോ ആണ്. അപ്പം അമ്മ എന്താ പറഞ്ഞത്? അവിടെ തന്നെ ഫസ്തടമേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കും. ലുക്ക 1:50 ഒന്ന് പറഞ്ഞേ. അവിടുന്ന് തൻ്റെ ഫസ്തടമേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും വർഷിക്കും. ഭക്തി എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. അപ്പം അങ്ങനെ എക്സസ് ആവും, കാരുണ്യം എക്സസ് ആവും. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോടെ സ്നേഹവും സ്നേഹത്തിൽ അധിഷ്ഠിതമായ എല്ലാ പ്രവൃത്തികളും കൂടി ചേർന്നാണ് ഭക്തി ഉണ്ടാകണം. അല്ല കമന്നടിച്ച് കിടക്കണം മാത്രമല്ല. ദൈവത്തിൻ്റെ കമന്നടിച്ച് കിടക്കണ ശരീരഭാഷ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തെ പ്രതി ജീവിക്കണതും സുവിശേഷ സാക്ഷ്യമെല്ലാം ഭക്തിയുടെ ഭാഗമാണ്. ലുക്ക 1:50 എന്താ പറയണത്? അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം. അപ്പം നമ്മുടെ ഈ കാലഘട്ടം കഴിഞ്ഞും കർത്താവിൻ്റെ കാരുണ്യം ബാക്കി നിൽക്കും. പ്രീഡിയ ഭക്തരുടെ മേൽ ഉള്ള കാരുണ്യം എന്ന് പറയണത് ഈ തലമുറ നമ്മൾ 70 കൊല്ലമായി 80 കൊല്ലം ജീവിച്ചതിന് ശേഷം ബാക്കി പിന്നെയും കാരുണ്യം എക്സസ് ആകുമ്പോൾ നമ്മുടെ മക്കൾക്ക് കിട്ടുമെന്ന്. തലമുറകൾ തോറും എന്ന് പറയുമ്പോൾ മക്കളുടെ മക്കൾക്കും കിട്ടും. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഈ ഭക്തി കാണിക്കത്തില്ലേ അല്ലേ? ഭക്തി കാണിക്കുമ്പോൾ അതിലും നമുക്ക് ലഭിക്കുന്ന കാരുണ്യം വലുതാണെന്ന് വിചാരിക്കണം. ഇപ്പം ചിലത് കാരുണ്യം കൊണ്ട്, ഇപ്പം പാസ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ചേച്ചി അത് കറക്റ്റായിട്ട് പറഞ്ഞില്ല. അവർ ഡേറ്റ് ഇട്ട്, ഈ കൃപാസന മാതാവിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഡേറ്റ് ആൻഡ് ടൈം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നീ ഒരു ഡേറ്റ് ഇട്ടാൽ ദൈവം ആ ഡേറ്റിൽ പ്രവർത്തിക്കും. എന്തുകൊണ്ടാണ്? സമയഘടികാരം നെഞ്ചു ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഇടാൻ പറയുന്ന ആൾക്കാരോട്. ഇനി ഡേറ്റ് ഇടും. അത് എനിക്ക് മനസ്സിലായത്, ചില ആൾക്കാരുടെ തലയിൽ കൗൺസിലിംഗ് വരുമ്പോൾ കൈവെക്കത്തില്ലേ. ഇപ്പോൾ കർത്താവ് ഡേറ്റ് പറയും. ഇപ്പോൾ ഞാൻ പറയും ഡിസംബർ, അത് ഞാൻ 30 എന്നൊക്കെ പറയും. എന്താ പറയണത്? ആ ഡേറ്റ് നീ സൂക്ഷിച്ചോ, ആ സമയത്ത് അമ്മ പ്രവർത്തിക്കുമെന്ന് പറയും. കാര്യം ആ പാസ്പോർട്ട് ആ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു പോരേണ്ടി വരും, ഇല്ലേ? ആ പാസ്പോർട്ട് അതപ്പോൾ എന്താ സംഭവിക്കണത്? ആ പാസ്പോർട്ട് ആ സമയത്ത് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. 6 മാസം കഴിഞ്ഞാലാണ് അത് കിട്ടാൻ സാധ്യത. 6 മാസത്തിന് കൊണ്ട് കിട്ടേണ്ട കാര്യം 1 മാസം കൊണ്ട് കിട്ടുമ്പോൾ ദാറ്റ് ഈസ് എന്താണത്? കാരുണ്യമാണ്, ഇല്ലേ? കാരുണ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യോഗ്യത, മെറിറ്റിൻ്റെ അപ്പുറത്തുള്ള കാര്യമാണ് കാരുണ്യം. മെറിറ്റിൻ്റെ അപ്പുറത്തുള്ളത് എന്താണ്? യോഗ്യതയ്ക്ക് അപ്പുറത്തുള്ളത് എന്താണ്? കൃപ. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ.
ഉടമ്പടി എടുക്കുന്ന സൂത്രക്കാരന്മാരെ ശ്രദ്ധിക്കണത് എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ കാരുണ്യം വർദ്ധിപ്പിക്കാൻ നോക്കണം. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ കാരുണ്യം വർദ്ധിപ്പിച്ചാൽ കൃപ എക്സസ് ആകുമെന്നാണ് പറയണത്. എന്താണ്? ലുക്ക 1:50 അനുസരിച്ച് കൊണ്ട് പരിശുദ്ധാത്മാവ് അമ്മയിലൂടെ എന്താ പറഞ്ഞത്? തലമുറകൾ തോറും. കാര്യം എന്താ പ്രശ്നം എന്നറിയാമോ? ദൈവം തരണത്, ദൈവത്തിൻ്റെ തരണ രീതിക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം നിങ്ങൾ ആൻറ്റി തരണു, അങ്കിൾ തരണു, അപ്പൻ തരണം എന്നൊക്കെ പറഞ്ഞാലും ഒരു പരിധി ഉണ്ടാവും. ദൈവം തരുമ്പോൾ ബൈബിൾ എന്നാ പറയണത്? കർത്താവ് അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 3:34 ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. പറഞ്ഞേ. ദൈവം അളന്നല്ല ആത്മാവിനെ തരുന്നത്. ദൈവം ആത്മാവിന് മാത്രമല്ല എല്ലാം നൽകണത്. ഇങ്ങനെ നമ്മൾ പറയും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. ദൈവം പറയും അളന്ന് ഞാൻ കളയത്തില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് ചെയ്യണത്. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയുമെന്ന് പറയുന്ന ലുക്ക 6:36 കൈ അടിച്ചു കരുതാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ദൈവമൈതലെ, എൻ്റെയും നിൻ്റെ മുമ്പിലുള്ള ഒരു അവശേഷിക്കുന്ന വിഷയം എന്താ? എങ്ങനെയും കർത്താവിൻ്റെ കാരുണ്യം പിടിച്ചു പറ്റുക. കാര്യം എന്താ? കാരുണ്യം പിടിച്ചു പറ്റിയാൽ അത് എക്സസ് ആകും, തലമുറകൾ തോറുമാകും. വേറെ ഒരു കാര്യത്തെക്കുറിച്ചും തലമുറകൾ തോറുമെന്ന് പറയുന്നില്ല, കാരുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാരുണ്യത്തെക്കുറിച്ച് ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതറിഞ്ഞ് വേണം ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ. എന്താ കാര്യം? നമ്മളുടെ കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കുക. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഉടമ്പടി പ്രകാരമുള്ള ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ കാരുണ്യത്തെ, നമ്മളിലേക്കുള്ള കാരുണ്യത്തെ വർദ്ധിപ്പിക്കുകയാണ്. ദാറ്റ് മീൻസ് എന്താ ചെയ്യണത്? കഴിവ് കൂട്ടുകയാണ്. നമ്മളെ കാരുണ്യം കഴിവാണ്, കൃപ കഴിവാണ്. നമ്മുടെ മുമ്പിലുള്ള അവസ്ഥിക്കുന്നത് എന്താണ്? നമ്മുടെ കഴിവ് നമ്മൾ കൂട്ടണം, ദൈവത്തിൻ്റെ കാരുണ്യം കൂട്ടണം. എന്താ പ്രശ്നം എന്നറിയാവോ? നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമെല്ലാം നമ്മൾ നേടിയ കഴിവിന് ആനുപാതികമായിരിക്കും. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങൾ, അവരുടെ ജോലി, ഇതെല്ലാം ഭൗതിക അനുഗ്രഹങ്ങളല്ലേ? ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കുന്ന കഴിവിന് ആനുപാതികമാണ്. അപ്പം കഴിവ് നേടിയെടുക്കുകയാണ് നമ്മുടെ മുമ്പിലുള്ള പദ്ധതി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഉഷാ ജേക്കബ്. ഇതെൻ്റെ മോൻ അഭിരാം, എൻ്റെ അമ്മ, എൻ്റെ ഈശോയുടെ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും എണ്ണമില്ലാവണ്ണമുള്ള നന്ദിയും സ്തോത്രവും സ്തുതിയും പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ അൾത്താരയിൽ നിങ്ങളുടെയൊക്കെ മുൻപിൽ ഇങ്ങനെ നിൽക്കുവാൻ എനിക്ക് തന്ന ആ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു എന്നുള്ളൊരു നന്ദി മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊന്നും എനിക്ക് വാക്കുകളില്ല. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 6-ാം തീയതിയാണ്. ഡിസംബർ 6-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ശാരീരിക അസ്വസ്ഥതകളൊന്നും എനിക്ക് പ്രകടമായിരുന്നില്ല. എന്നോട് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് എൻ്റെ അനുജത്തിയാണ്. അതിനു മുൻപ് കുറച്ച് നാളായിട്ടൊരു നിമിത്തം പോലെ ഞാൻ എപ്പോഴും ഭക്തിഗാനങ്ങളും മറ്റും ഇങ്ങനെ കേൾക്കുന്ന അതുവരെ ഇല്ലാതിരുന്ന ഒരു പ്രത്യേകത ഞാൻ തുടങ്ങി വെച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൃപാസനം മാതാവിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന കാരുണ്യത്തിൻ്റെ ഈ വലിയ
നീരൊഴുക്കിനെക്കുറിച്ചും ഞാൻ അറിഞ്ഞത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എനിക്ക് ഈശോയുടെ അമ്മയും നമ്മുടെ മാതാവും എൻ്റെ ഈശോപ്പച്ചനും കൂടി എനിക്ക് തന്ന വലിയൊരു രോഗസൗഖ്യം അത് നിങ്ങളോട് പറയാനാണ്. ഞാൻ ഉടമ്പടി എടുത്ത് പോയി ഞാൻ ഒരു ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ വിശ്വസിച്ച് നമ്മുടെ അച്ഛൻ ഇവിടുന്ന് പറയുന്നത് പോലെയൊക്കെ പരമാവധി ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ നമ്മുടെ അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന ആദ്യം പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നി ഇതെന്താണ് അച്ഛൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, വല്ലാത്തൊരു എന്തോ ഒരു അസ്വസ്ഥത. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്താണ് നമുക്ക് വേണ്ടി ഈ മഹാസർവകലാശാലയിൽ ലോകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ ഞാൻ പഠിച്ച കാര്യം മാത്രമാണ് എനിക്ക് കാര്യമായിട്ട് അറിയാം. പക്ഷേ ഇവിടെ നിന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സാക്ഷ്യം കേൾക്കുന്ന ഓരോ ആൾക്കും എല്ലാ കാര്യങ്ങളും ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സർവകലാശാലയായി നമ്മുടെ കൃപാസനം മാറിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2023 മെയ് മാസം എൻ്റെ ഇടത്തെ ബ്രസ്റ്റിൽ എനിക്കൊരു ചെറിയ പ്രയാസം അനുഭവപ്പെട്ടു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ 4th സ്റ്റേജ് ക്യാൻസറാണെന്ന് ഡോക്ടർ പറഞ്ഞു. മുൻപേ ഉണ്ടായിരുന്ന പ്രയാസങ്ങളെ അല്പം മറച്ച് ഞാൻ വെച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ ഈ രോഗമാണെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അതിന് കാരണം എൻ്റെ ഈ മകൻ, എനിക്ക് ഇരട്ട കുട്ടികളാണ്, ആൺകുട്ടികൾ, ഇവനെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. ആ ആഗ്രഹം ഞാൻ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് പറഞ്ഞ് മറച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ അപ്പോഴേക്കും അത് കൈവിട്ടു പോയിരുന്നു. ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങി. ഞാൻ അത്യധികം വിശ്വസിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. എനിക്ക് വേണ്ടി എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ ഒരു നിയോഗമെങ്കിലും, ഞാൻ ഈ ഒരു കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ നിയോഗത്തിന് പുറത്ത് പോയിട്ടില്ല. കാരണം ആരെങ്കിലും ഒരാൾ അവരുടെ നിയോഗത്തിനകത്ത് ഞാനുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അത്യധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഡിസംബർ മാസത്തിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റായി. ഡോക്ടർ പറഞ്ഞു ഓക്കെ, എൻ്റെ 4ാമത്തെ സ്റ്റേജിനെ എൻ്റെ മാതാവ് ഈശോയും ഏറ്റവും ഭംഗിയോടെ എനിക്ക് സൗഖ്യമാക്കി തന്നു. അടുത്ത മാസം വീണ്ടും ചെക്കപ്പിന് പോകുമ്പോൾ ഇതേ ഡോക്ടർ പറയാണ് എന്തോ ഒരു നീർക്കെട്ട് തൻ്റെ വലത്തു ഭാഗത്തെ ബ്രസ്റ്റിനും കാണുന്നുണ്ടല്ലോ. വീണ്ടും ടെസ്റ്റുകൾ ചെയ്തു. ഇടത്ത് ഭാഗത്ത് വന്ന രോഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു രോഗം, ഇതേ പേരിലുള്ള മറ്റൊരു രോഗം അതിന് പിടിച്ചു. ഞാൻ കുറച്ച് ഡൗണായി. പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ മുറുക്കെ പിടിച്ചു. എൻ്റെ സങ്കടങ്ങൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അമ്മേ നിൻ്റെ നാമം പറയുമ്പോൾ എൻ്റെ തല കുനിഞ്ഞു പോകാൻ നീ ഇടവരുത്തരുതേ. നിൻ്റെ വിശ്വാസം എവിടെ എന്നെന്നോട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ, ഇല്ല, എൻ്റെ അമ്മയും എൻ്റെ ഈശോയുമാണ് എൻ്റെ ജീവൻ നിലനിർത്തിയത്, എൻ്റെ കുടുംബത്തെ കാത്തതെന്ന് പറയാൻ നീ എനിക്ക് ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീണ്ടും 2ാമത്തെ ട്രീറ്റ്മെൻറ്റുകൾ നടന്നു. അതികഠിനമായ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അനുഭവിച്ചവർക്കറിയാം, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ ട്രീറ്റ്മെൻറ്റ്, 5ഓളം സർജറികൾ, അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കഴിഞ്ഞു. സർജറിക്ക് ശേഷം ഡോക്ടർ പറയാണ് ഇതുവരെ ചെയ്തതൊന്നും നിങ്ങൾക്ക് ഫലവത്തായിട്ടില്ല. ആദ്യത്തെ രോഗത്തിൻ്റെതല്ല, 2ാമത് വന്നത്. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ആ ഇഞ്ചക്ഷൻ നമുക്ക് വെക്കണം. ഒരെണ്ണത്തിന് ഏകദേശം 5 ലക്ഷം രൂപ വരും. അങ്ങനത്തെ 14ഓളം ഇഞ്ചക്ഷൻ വെക്കണം. ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു വേണ്ട, നമുക്കിനി അത് വേണ്ട. വീട്ടിൽ നിന്ന് എൻ്റെ സങ്കടത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ ദൈവത്തോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ സങ്കടത്തിൽ മനുഷ്യൻ പറഞ്ഞു പോകുന്നൊരു വാക്കുണ്ടല്ലോ. വീണ്ടും ഞാൻ എൻ്റെ അമ്മയിലും ഈശോയിലും ഞാൻ അഭയം തേടി, അമ്മേ നീ എനിക്കതിന് വഴി കാട്ടിത്തരണം. എനിക്കറിയില്ല എങ്ങനെയാണ് അതൊക്കെ സാധിച്ചതെന്ന്. കമ്പനിക്കാർ കുറച്ച് സപ്പോർട്ട് തന്നു. കഴിച്ചു ബാക്കി എൻ്റെ ഓരോ ആവശ്യങ്ങളിലും ഒരു ടൈം ടേബിൾ പോലെ, ഒരു പ്രോഗ്രാം പോലെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അമ്മ എനിക്ക് തന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ശരീരം വല്ലാതെയായി, താങ്ങാൻ പറ്റുന്നില്ല. ലാസ്റ്റ് കഴിഞ്ഞ ജൂൺ മാസം 17-ാം തീയതി എൻ്റെ 14ാമത്തെ ഇഞ്ചക്ഷൻ പൂർത്തിയായി. ഡോക്ടർ പറഞ്ഞു അടുത്ത മാസം നമുക്ക് പെറ്റ് സ്കാൻ ചെയ്യാം, നമുക്ക് നോക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥനയുടെ ഫലം ദൈവം തന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ കൃപാസനത്തിലെ ഉടമ്പടിയെന്ന് നമുക്ക് അറിയാം. ആ പ്രാർത്ഥനയും അതോടൊപ്പം നമ്മുടെ പ്രവൃത്തിയും
കഴിയുന്ന രീതിയിലുള്ള പ്രവൃത്തിയും ദൈവം കണ്ടു. ജൂലൈ മാസത്തെ പെറ്റ് സ്കാനിൽ വളരെ സന്തോഷത്തോടു കൂടി അവരെന്നോട് പറഞ്ഞു, യു ആർ റിക്കവേർഡ്. ദൈവം എനിക്ക് ഇത്രയധികം എന്നെ വിഷമഘട്ടത്തിൽ അഗ്നികുണ്ഡത്തിലൂടെ ഞാൻ നടന്നപ്പോൾ എന്നെ പൊള്ളാൻ അനുവദിച്ചില്ല. നിലയില്ലാ കയത്തിലൂടെ പോയപ്പോൾ ഞാൻ താണുപോയില്ല. അവിടെയെല്ലാം എൻ്റെ ദൈവം എന്നെ താങ്ങി നടത്തി നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയിരിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞത് പ്രകാരം ഞാനിങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. പക്ഷേ എൻ്റെ തൂണും എൻ്റെ താങ്ങുമായി എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എൻ്റെ അടുത്ത് നിന്നപ്പോൾ ഇതൊക്കെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നതെന്നുള്ള നമ്മുടെ ഓരോ വിശ്വാസം നിങ്ങൾക്ക് ഞാനൊരു സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എൻ്റെ കുടുംബത്തിലായാലും ഒരു ഒരുമയോടെ ഒരു ആത്മീയമായ ഒരു ഒരുമ ഉണ്ടാകുവാൻ എൻ്റെ ഈ രോഗത്തിൻ്റെ ഈ ഒരു സാക്ഷ്യം ഇടയായി തീർന്നതിൽ ദൈവത്തിന് എണ്ണമില്ലാത്ത നന്ദി ഞാൻ പറയുകയാണ്. അതേ സമയത്ത് തന്നെ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഈ സമയത്ത് എൻ്റെ മകൻ ഈ കാര്യം അറിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിക്കാൻ പോയതാണ്. അപ്പോൾ അവന് വിഷമാവും, ആ ഭാരവും കൂടെ താങ്ങാൻ എനിക്കാവില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, രോഗമില്ലാത്ത ഒരമ്മ അവൻ തിരിച്ചു വരുമ്പോൾ എനിക്കുണ്ടായ ഈ അവസ്ഥയെക്കുറിച്ച് എനിക്ക് പറയാൻ നീ എനിക്ക് ഇടവരുത്തണം. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇവൻ UK നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അമ്മേ, ദൈവത്തിന് നന്ദി പറയും മോനെ. അമ്മേ നന്ദി പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതുപോരാ, നിൻ്റെ അമ്മയെ നിനക്ക് തിരിച്ചു തന്നതിന് നീ ദൈവത്തോട് നന്ദി പറയണം എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ മകൻ ഈ 2.5 വർഷത്തിനിടയിൽ എൻ്റെ മകൻ ഇപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. കാരണം അവന് ഞങ്ങളെ കണ്ട് സംസാരിക്കുന്നത് സങ്കടമായതുകൊണ്ട് അവൻ കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ കാര്യത്തിൽ ഒരു സാക്ഷി, ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് മറ്റുള്ളവരോട് ധൈര്യപൂർവ്വം പറയാൻ ഞാനെന്ന ഈ വ്യക്തി നിങ്ങളുടെ മുമ്പിലുണ്ട്. അത്രേ എൻ്റെ ആഗ്രഹമുള്ളൂ. ഇനിയുള്ള ജീവിതം എന്തു ആയിക്കൊള്ളട്ടെ, നമ്മുടെ ദൈവത്തോടൊപ്പം വിശ്വസ്തയോടുകൂടി കൃപ ചൊരിയുന്ന ആ വലിയ കാരുണ്യത്തിൻ്റെ മുൻപിൽ ജീവിച്ചു പോയി നിത്യതയിൽ എത്തിച്ചേരുക എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ എല്ലാവരുടെ ഇടയിൽ ഉണ്ടാകണം. അത് എനിക്ക് എൻ്റെ കുടുംബത്തിനും ലഭ്യമാകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്താറുള്ളത് ഞാൻ വളരെയധികം തീരെ വയ്യാതെ കിടന്ന അവസ്ഥയിലാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അടുത്ത് എത്തിച്ചേരുന്ന ആളുകളുടെ കൈകളിൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം പിന്നെ എനിക്ക് അച്ഛൻ്റെ ധ്യാനം കേൾക്കാതിരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണ്. അത് കേട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാതെ ആയിപ്പോവും. പിന്നെ ചിലപ്പോൾ ഞാനൊരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നല്ലിടയനായ നമ്മുടെ അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ മുൻപിലെ മേശയുടെ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ മാതാവിനോട് പറയായിരുന്നു, അമ്മേ, നീ എനിക്കൊരു അടയാളം കാണിച്ചു തരൂ, എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്താണ് എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആ സമയത്താണ് അച്ഛനെ ഞാൻ കണ്ടത്. പിന്നെ എനിക്ക് മനസ്സിലായി അച്ഛൻ എന്നോട് എന്താണ് സംസാരിച്ചതെന്ന് അറിയില്ലെങ്കിലും അച്ഛൻ നമ്മളോട് നമ്മുടെ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചുമാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അനേകം ചെറിയ സുഗന്ധ പിന്നെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ മണം അതൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എന്താ ഇവരിങ്ങനെ പറഞ്ഞത്. പക്ഷേ അത് അനുഭവിച്ചപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഏറ്റവും നിങ്ങളുടെ മുൻപിൽ ഈ അത്യധികം പൊള്ളുന്ന തീച്ചകളിലൂടെ നടന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത്രയധികം നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തനായ, നമ്മളോട് വിശ്വസ്തത കാണിക്കുന്ന, നമ്മൾ വിശ്വസ്തത കാണിച്ചില്ലെങ്കിലും നമ്മളോട് ആ വാക്ക് പാലിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഓരോ ആളും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. എൻ്റെ ഈ മോന് UK ആദ്യം അഡ്മിഷൻ കിട്ടാൻ കുറച്ച് വിഷമങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി അവൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നല്ല മാർക്കോടുകൂടി തിരിച്ചു വന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നിരിക്കുകയാണ്. എൻ്റെ മറ്റേ മകൻ, അവനാണ് ഈ വേദനകൾ മുഴുവനും ഞങ്ങളുടെ കൂടെ നിന്ന് താങ്ങിയത്. അപ്പോൾ അവൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളും. അവന് കിട്ടിയൊരു വലിയൊരു സാക്ഷ്യമുണ്ട്. അത് അവൻ ഇപ്പോൾ നാട്ടിലില്ലാത്തത് കൊണ്ട് അവനിനി വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളും. കൂടാതെ ഞാൻ അശരണരായ ആളുകൾക്കും പിന്നെ അനാഥാലയങ്ങളിലൊക്കെ എൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മുൻപേ ചെയ്യാറുണ്ടെങ്കിലും ഇന്ന് ഞാൻ ചെയ്യുന്നത് ദൈവനാമത്തിലാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. അവരെ കാണുമ്പോൾ അവരുടെ കണ്ണുകളിലെ ആ വേദന എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഈ രോഗാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് ലഭിച്ചു. ഇതെന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കണമേ, ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ എപ്പോഴും ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം.
പിന്നെ എൻ്റെ ചേട്ടൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ അസുഖമായ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ചേർത്ത് നിർത്തുന്ന, നമ്മൾ പറയാറില്ലേ, ദൈവം സ്നേഹത്തിൻ്റെ രൂപത്തിൽ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ വരെ കൈപിടിച്ച് കൊണ്ടുവന്ന് എൻ്റെ ചുറ്റും ദൂതന്മാരെ അയച്ച് തന്നുകൊണ്ട് എന്നെ ദൈവം ബലപ്പെടുത്തി. ദൈവനാമത്തിന് എത്രയാ പറഞ്ഞാൽ തീരാത്തത്രയും നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഇനിയും ഇത്തരത്തിൽ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അവരെ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും. പിന്നെ നമ്മുടെ കൃപാസനത്തിലെ അമ്മയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും തമ്മിൽ കാണുമ്പോൾ ഒരു പുഞ്ചിരി നമുക്ക് പുഞ്ചിരിക്കുന്നതിന് ഒരു മടി ഉണ്ടാകരുത്. കാരണം അമ്മയുടെ അടുത്ത് വരുന്ന നമ്മളെല്ലാവരും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കഴുത്തിലെ കാശ് രൂപം കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വരും. കാരണം അവരും അമ്മയുടെ മകളാണല്ലോ, അല്ലെ മകനാണല്ലോ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിജയിച്ചു. നമ്മുടെ അമ്മയുടെ ഉദ്ദേശം, പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സാക്ഷ്യം നമുക്ക് ലോകത്തെ അങ്ങേയറ്റത്തോളം എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവനാമത്തിന് ഒരുപാട് മഹത്വം ഉണ്ടാവട്ടെ. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. सबसे पहले मैं माँ मरियम और यीशु मसीह को धन्यवाद प्रकट करना चाहता हूँ। मैं बाबू जॉर्ज गोवा मार्शल से आ रहा हूँ। मैं 2025 मार्च 7 को यहाँ आकर विधान लिया था माँ मेरी का। मैं 41 साल से दारू का इतना यह था, सुबह उठते ही मेरे को दारू चाहिए और रात को सोते टाइम तक दारू पीता था। तो मैं क्या बड़ा परेशान हुआ। लेकिन मैं 24 को जब केरला आया तो मेरे को किसी ने बोला, ऐसे तुम कृपासन में मदर माँ मेरी के पास जाओ, वो तुम्हारा प्रॉब्लम सोल्व करेगा। ऐसे मैं 2005 मार्च 7 तारीख को इधर आया। इधर आकर मदर मेरी से मैं प्रार्थना किया और विधान लिया और मैं बोला मेरा दारू छूट गया तो मैं इधर आकर मदर मेरी का ये कृतज्ञता प्रकट करूँगा सबके सामने। तो मैंने इतना प्रेयर करके इधर से गया, विधान लेकर चला गया। लेकिन उस दिन के बाद मेरे को कभी दारू पीने का मन नहीं किया। मेरे साथ बैठे कितने लोग दारू पिया, तब भी मैं दारू की तरफ मुड़कर भी नहीं देखने को मेरा मन नहीं किया। उसके बाद नेक्स्ट मेरा पूरा लिवर सड़ गया था। ये हॉस्पिटल का रिपोर्ट है। ये मेरे को बोला आपका अभी मुश्किल है बचना। तो मैं बोला कोई प्रॉब्लम नहीं, मदर मेरी है मेरे साथ। तो मैं मदर मेरी से प्रार्थना किया। उसी दिन मदर मेरी एक बुढ़ी माँ की तरह मेरे साथ आकर मेरे बिस्तर पर बैठा और मेरा पेड़ पर हाथ रखकर रोया। 10 मिनट तक रहने के बाद मैं आँख खोल कर देखा तो मेरे को कुछ दिखाई नहीं दिया। 2 दिन के बाद डॉक्टर के पास गया। डॉक्टर ने चेकअप किया, एंडोस्कोपी किया। सब कुछ करने के बाद मेरा दवाइयाँ सब कंप्लीट बंद कर दिया। बोला तुम्हारे को कोई बीमारी नहीं है। इतना बड़ा अद्भुत प्रवृत्ति करने वाला मदर मेरी को मेरी तरफ से प्रणाम। इसके बाद मेरे को जॉब के लिए मैं ट्राई कर रहा था। 2-3 जगह से मेरे को जॉब आया। लेकिन मैंने यीशु मसीह और मदर मेरी को बोला, माँ मरियम को बोला मेरे को ऐसा जॉब चाहिए जहाँ से मैं आराम से सुबह मास में अटेंड कर सकता हूँ या मास ये कर सकता आप हाजिर हो सकता हूँ। तो मेरे को ऐसा ही नौकरी दिया। मेरा घर से 5 मिनट दूरी पर चर्च है। वहाँ से मैं 6:30 बजे का मास ये करके मैं आराम से जॉब पर जा सकता हूँ। ये तीनों ये साक्ष्य मेरा है। मैं अपने मन से मदर मेरी और जीसस क्राइस्ट को धन्यवाद प्रकट करता हूँ। और मैं कभी मेरे को कोई मजबूर आदमी मिलता है मैं उसका हेल्प करता था, उसको पैसा वगैरह मैं हेल्प करता था। और कई लोगों को जो भूखा लोग मेरे को मिलता है मैं उनको ले जाकर होटल में खाना खिलाता था और अनाथ मंदिर में जाता था। उनको कपड़े की ज़रूरत था वो देता था। और उन लोगों का कई डिमांड होता है हमारे को ये चीज़ चाहिए या ये चाहिए तो वो भी खरीद कर देता था। मैं यहाँ से मैं पेपर लेकर गया था। गोवा के अंदर तकरीबन लोगों को अपना केरला वालों को मालूम है कृपासनम के बारे में। बाकी
गोवंश को 90% को कृपासनम के बारे में मालूम नहीं। तो मैं एक सफ़ा में गया, उधर 25-30 आदमी थे। उनके सामने मैंने ये साक्ष्य बताया और पेपर उनको दिया, और जो भी मेरे को मिलता है वो गोवा का हो, हिंदू हो, क्रिश्चियन हो, वो मैं नहीं देखता हूँ। सबको मैं मेरा जो साक्ष्य में वो बता। इतना हेल्प मेरे को इतना ये दिया मादा और यीशु मसीह को मैं अपना हृदय दिल से हाथ रखकर नन्ही प्रकट करता।